കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് എന്ന് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് വിസിക്ക് സമർപ്പിച്ചു. യൂണിവേഴ്സിറ്റി പ്രസ് അച്ചടിച്ച ബാലറ്റ് പേപ്പറുകളിൽ റിട്ടേണിംഗ് ഓഫീസർമാർ ഇടപെട്ട് അനധികൃതമായി ഭേദഗതി വരുത്തിയതാണ് പ്രശ്നത്തിന്റെ കാരണം. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, എന്ത് തട്ടിപ്പാണ്, എങ്ങനെയാണ് കണ്ടെത്തിയത്, എന്താണ് വിവരം? ദിവിഷ് മണി, കഴിഞ്ഞ മാസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഡിപ്പാർട്ട്മെന്റ് തല യൂണിയൻ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അതായത് അവിടെ വോട്ടെണ്ണൽ അടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മറ്റു 3 സ്ഥാപനങ്ങൾ, ആ 3 സ്ഥാപനങ്ങളുടെ അവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. യൂണിയന്റെ പ്രവർത്തനവും നിർത്തിവെപ്പിച്ചിരുന്നു. പിന്നീട് അത് അന്വേഷണത്തിന് വിടുകയും ചെയ്തിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ വിസിക്ക് മുൻപിലെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ ബാലറ്റ് പേപ്പറുകളിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, ബാലറ്റ് പേപ്പറുകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിറ്റിയിലെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ബാലറ്റ് പേപ്പറുകൾ ക്രമീകരിക്കുന്നതിൽ വിതരണം ചെയ്യുന്നതിലൊക്കെ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. അതിന് കൃത്യമായ സീരിയൽ നമ്പറുകൾ വേണം, ക്രമനമ്പർ വേണം എന്നുള്ളതൊക്കെയാണ് കാര്യം. എന്നാൽ അവിടെ ഇത് യൂണിവേഴ്സിറ്റി പ്രസ്സിൽ തന്നെയായിരുന്നു ഈ ബാലറ്റ് പേപ്പറുകളെല്ലാം അച്ചടിക്കാൻ കൊടുത്തിരുന്നത്. അങ്ങനെ അച്ചടിക്കാൻ കൊടുത്തിടത്ത് നിന്ന് റിട്ടേണിംഗ് ഓഫീസർമാർ ഇടപെട്ടുകൊണ്ട് ആ സീരിയൽ നമ്പറുകളിൽ ചില ക്രമക്കേടുകൾ നടത്തി, പല ഇതിനും സീരിയൽ നമ്പർ അടക്കം ഒഴിവാക്കി എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2012 ഒക്കെ നിയമം അനുസരിച്ച് മുതിർന്ന അധ്യാപകർ വേണം അവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനും അതിന് ചുമതല വഹിക്കാനും. അവിടെ ജൂനിയർ ആയിട്ടുള്ള അധ്യാപകരെയാണ് ഈ തിരഞ്ഞെടുപ്പിന് വേണ്ടി നിയോഗിച്ചിരുന്നത് എന്ന കാര്യവും പറയുന്നു. അതോടൊപ്പം തന്നെ ബാലറ്റ് പേപ്പറും കൗണ്ടർ ഫോയിലും തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട്, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യം കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം ചില പ്രവർത്തനങ്ങൾ അവിടെ, ചില വിഭാഗത്തിന് വേണ്ടി ചില പ്രവർത്തനങ്ങൾ വേണ്ടി അവിടെ നടന്നു എന്ന കാര്യവും പറയുന്നു. ഈ വോട്ടെണ്ണലിൻ്റെ അന്നേ ദിവസം അവിടെ വിദ്യാർത്ഥികൾ അവിടെ വലിയ സംഘർഷം ഉണ്ടാക്കിയിരുന്നു. 1000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നത്. ഇത് കോടതിക്ക് മുൻപിൽ കൂടെ നിൽക്കുന്ന വിഷയമാണ്. പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് നടത്തി ഫലം പ്രഖ്യാപിക്കണമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത്തരം കണ്ടെത്തലുകൾ വിസി ഇത്തരം കണ്ടെത്തലുകൾ കൂടെ നടത്തിയതോടുകൂടിയാണ് അവിടെ തിരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഇംതിയാസ് കരീം നൽകിയത്.